ഹായ് ഫ്രണ്ട്സ്, അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് നമ്മുടെ പഴയ കാലത്ത് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന നിലത്തെഴുത്തും മറ്റുള്ള കാര്യങ്ങളായിട്ടുള്ള അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പോവാണ്. ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞ ആൾ. അപ്പോൾ ഇദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ്, കാരണം നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി എന്നുള്ളത് കുട്ടികളൊന്നും അറിഞ്ഞിരിക്കണ്ടേ, അറിയും വേണം, ആ തനിമ നിലനിർത്തി കൊണ്ടുപോകും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, പേരെന്തെന്നാ? അതെ. അപ്പോൾ എത്ര കാലം കുട്ടികളെ എഴുത്തു പഠിപ്പിച്ചു? 40 വർഷമായി. അല്ലേ? അല്ലേ? അപ്പോ ഇപ്പൊ കുട്ടികളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. 3 മണി വരെയുള്ളൂ. 3 മണി വരെയുള്ളൂ അല്ലേ? ഞങ്ങൾ വന്നു വൈകി പോയി. 9:30 തൊട്ട് ഒരു 3 മണി വരെ. 3 മണി വരെ ഉണ്ടാവും. പിന്നെ എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട് ഈ കേസില്? 40 കൊല്ലത്തോളം സർവീസ് ഉണ്ട്. 40 കൊല്ലത്തോളം അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മലയാളത്തില് ശരിക്കും പറഞ്ഞ എത്ര അക്ഷരങ്ങളുണ്ട്? 51 അക്ഷരം. അപ്പൊ നിങ്ങൾ ഈ 51 അക്ഷരം തന്നെയാണ് പഠിപ്പിക്കുന്നത്? അപ്പൊ ആ പഠിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാ? മുന്നേ തന്നെ ഞങ്ങള് ഇങ്ങനെ ആദ്യം മണലില് ഇപ്പൊ സ്ലേറ്റിലും പുസ്തകത്തിലൊക്കെ. ആ മണലില് എഴുതി പഠിപ്പിക്കുന്നോണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് തറയുള്ള അക്ഷരങ്ങൾ. അത് മറക്കില്ല? അതൊരിക്കലും മറക്കില്ല. കാരണം അത് പിള്ളേർക്ക് അത് ഏതു കാലത്തും മനസ്സിൽ നിൽക്കും, അവരെ ഓർമ്മയില്. വേഗം പഠിക്കുകയും ചെയ്യും അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ വലിയ നിലയിലൊക്കെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ? പിന്നെ ഡോക്ടർമാരും വക്കീലന്മാരും നല്ല സ്ഥിതിയിലായിട്ടുണ്ട് പിള്ളേരൊക്കെ. അല്ലേ? അപ്പൊ ആ കുട്ടികളൊക്കെ നിങ്ങളെ കാണുമ്പോ എന്താണ് അവരുടെ ഒരു രീതി? നിങ്ങളുടെ സന്തോഷം കൊണ്ട് കാണാൻ വരും. ചിലപ്പോ കല്യാണമായിട്ട് പറയും, ചിലപ്പോ അവർ ജോലി കിട്ടിയാൽ എന്തെങ്കിലും കൊണ്ടുതരും. എനിക്ക് സന്തോഷം കൊണ്ട് ആശാത്തി എന്നെ പഠിപ്പിച്ചതാണ് പറഞ്ഞ് പേർഷ്യക്ക് പോയിട്ടുള്ളവരും. നാളെ കഴിഞ്ഞ കൊല്ലത്തിലൊരു കുട്ടി വന്നിട്ട് 3000 രൂപ തന്നു. അവളെ ഞാൻ പഠിപ്പിച്ച അമേരിക്കയിലേക്ക്. അവൾ പോയിട്ട് അവളുടെ 2 പിള്ളേരും കുട്ടികളും കൂടി വന്ന് അവരെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ആശാത്തി എന്നെ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അമ്മേരെ ഗുരുവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒക്കെ വിട്ടു. അല്ലെ? ആശാത്തി എന്നാണ് നിങ്ങളെ പറയാ? സ്വതവേ പറയാ. ഞാൻ മുന്നേ അത് പറയാൻ മടിച്ചു, കാരണം അങ്ങനെ ചിലപ്പോ എങ്ങാനും നിങ്ങൾക്ക് അതില് തൃപ്തി കുറവുണ്ടെങ്കിൽ. ഇല്ല അല്ലേ? ചില കുട്ടികളെ ഇപ്പോഴും ആശാ ടീച്ചർന്നാ വിളിക്കുള്ളൂ. ഇപ്പോഴും അതല്ലേ? കുഞ്ഞിയ പിള്ളേര് ഇപ്പോഴും ആശാ ടീച്ചർന്നാ വിളിക്കുള്ളൂ. അതല്ലേ? പഠിപ്പിച്ചത് നമ്പാടൻ മന്ത്രി. അമ്മയുടെ അമ്മ പഠിപ്പിച്ച ആളാണ് നമ്മുടെ ലോനപ്പൻ നമ്പാടൻ മാഷ്. ഇതൊക്കെ ഭയങ്കര അനുഭവങ്ങളാണ്. അല്ലേ? അതവര് നമ്പാടൻ വലിയ ലെവലിലൊക്കെ എത്തിയ ആളാ. ഇപ്പൊ സിസ്റ്റർമാര്, വക്കീലന്മാര്, ഡോക്ടർമാര് ഇതൊക്കെ ആയിട്ടുണ്ട് പിള്ളേരുകള്. നല്ല നിലയിലെത്തിയിട്ടുണ്ട് കുട്ടികള് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന ഇതൊക്കെ ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെയാണുള്ളത്? അത് വേറെ ട്രോഫികളുണ്ട്. ഏത് അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് ഈ ട്രോഫി, പിന്നെ ആ കുരുവിന്റെ, പിന്നെ വേറെയും കിട്ടിയിട്ടുണ്ട്. കളരി കുരുവിന്റെ വേറെയും കിട്ടിയിട്ടുണ്ട്. അത് വേറെ, ഇവിടുത്തെ പിള്ളേരുടെ വേറെ ഉണ്ട്. അതിലൊക്കെ ഉണ്ട്. അപ്പോ അല്ല, നിങ്ങള് ഇപ്പൊ എത്ര ഈ പറഞ്ഞോണം നിങ്ങളിതൊക്കെ പഠിപ്പിച്ച് കുട്ടികളൊക്കെ പഠിപ്പിച്ച് ആ കുട്ടികള് വലിയ നിലയിലെത്തി ഉദ്യോഗസ്ഥന്മാരായി, അല്ലെങ്കിൽ വക്കീലായി, ഡോക്ടറായി, പല തലത്തിലായിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ
അതൊക്കെ ഗവൺമെന്റിന് നേട്ടങ്ങളല്ലേ? അതെ ആ നേട്ടങ്ങൾ വെച്ച് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിപ്പോ പഠിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രായം വരുമ്പോ അങ്ങനെയൊക്കെയല്ലേ? അപ്പൊ അങ്ങനെയാവുമ്പോ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നോ എന്തെങ്കിലും 1600 രൂപ കിട്ടുന്നുണ്ട് പെൻഷനായിട്ട് മാസം. അപ്പൊ അത് മറ്റുള്ള പെൻഷനെ ബാധിക്കോ? ഈ 1600 രൂപ കിട്ടുന്നത് നിങ്ങൾ പഠിപ്പിച്ചതിനുള്ളതാണ്, പഠിപ്പിച്ചതിന് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ അമ്മയുടെ അമ്മയാണ് നിങ്ങളുടെ ഗുരു അല്ലേ? അവരുടെ കാലഘട്ടത്തില് അവർ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങള്, അവരുടെ ഒരു രീതികൾ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ അടുത്ത് വല്ലതും പറയാറുണ്ടോ? അവര് ആ കുട്ടികളുടെ വീട് കൊണ്ടാണ് കഴിയാറ് പതിവ്. ഈ അമ്മേരെ അമ്മ അങ്ങനെയാണ്. ആ ഭക്ഷണത്തിനും അരിക്കും എല്ലാം ജോലി ഇല്ലല്ലോ. ഈ കുട്ടികളെ തന്നെ പഠിപ്പിച്ചിട്ടാണ് എല്ലാ ചെലവുകളും കഴിയാറ് പതിവ്. ആ വല്യമ്മയ്ക്ക് ഭർത്താവ് ഉണ്ടായിരുന്നില്ല. അല്ല, അന്നത്തെ ശിക്ഷ കുട്ടികൾ പഠിക്കാതെ വരാതെ വന്ന വലിയൊരു ശിക്ഷകളായിരുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അല്ല, ഇപ്പോഴല്ല, അന്നത്തെ കാലത്ത് ഭയങ്കര മണലില് മുഴുവൻ നല്ല പഴുത്ത വെയിലില് മുട്ടുത്തി നിർത്തിക്കും. അല്ല, അതിപ്പോ കാലങ്ങൾ പരിഷ്കരിച്ചപ്പോ എന്നെ വല്യമ്മ പഠിപ്പിച്ച കാലത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല. ഇല്ല അല്ലേ? നല്ലൊരു അനുസരണയുള്ള തള്ളയായിരുന്നു. അതല്ലേ? നല്ല അനുസരണ എന്ന് പറഞ്ഞാൽ നല്ല അനുസരണ. ആ വല്യമ്മക്ക് ഇത്രയൊരു കുരുത്തം പറയാനില്ല. അതുപോലെ എനിക്കും എവിടെ ചെന്നാലും എനിക്ക് നല്ല സ്റ്റാൻഡേർഡാ. അവരെ കുട്ടികളുടെ പഠിപ്പിക്കുന്ന ടീച്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആശാ ടീച്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടം എന്നോട്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്ന വ്യക്തി ഈ നാട് മുഴുവൻ കുട്ടികളെ പഠിപ്പിച്ച് വലിയ വലിയ ആൾക്കാരാക്കിയിട്ടുള്ള വലിയൊരു മഹത്തായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും ഒരു ഹൈ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ മനസ്സുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കണം. നിങ്ങൾ പഠിപ്പിച്ചു വിട്ട കുട്ടികളുടെ അവരുടെ മക്കളെ നിങ്ങളുടെ അടുത്ത് പഠിപ്പിക്കാൻ വിടുന്നുണ്ടോ? അപ്പോഴല്ലേ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളുടെ ആ ഗുണങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചു വിട്ട കുട്ടികളുടെ മക്കളെ വല്ലവരെയൊക്കെ ഇവിടെ പഠിപ്പിക്കാൻ കൊണ്ടുവരലുണ്ടോ? ഇപ്പോഴും വരുന്നുണ്ട്. ഓ അല്ലേ? ഇപ്പോഴും എല്ലാ വരുന്നുണ്ട്. 3 പിള്ളേര് നേഴ്സാണ്. അവളുടെ കുട്ടികളെ ഞാൻ ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവരുന്നത്, കാറിലെ കൊണ്ടുവരുന്നത്. ഒരു 8 കിലോമീറ്ററിന് പഠിപ്പിക്കാൻ കൊണ്ടുവരാണ്. അതല്ലേ? എനിക്ക് ആശാത്ത് എന്നെ പഠിപ്പിച്ചാൽ മതി, എന്റെ മക്കളെ ഉയർത്തണം പഠിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് മലയാളം എന്നുള്ളത് ആൾക്കാർക്കൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ മലയാളം തന്നെ നന്നായി പഠിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരും ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലേ? ഈ ഫോട്ടോ ആരുടെയാ? അമ്മയുടെ. ആളാണ് നിങ്ങളുടെ ഗുരു അല്ലേ? ഓ, കണ്ടിട്ട് ആള് നല്ലൊരു സെറ്റപ്പാണല്ലോ. അന്നത്തെ ഈ കാതിലൊക്കെ ഓട്ടം വന്നത് എങ്ങനെയാ? ഞാൻ കണക്കാക്കി ജനിച്ചപ്പോ ഉള്ളതാണ്. അന്നൊക്കെ തോടേടാ. ഓ, എന്തൊരു വലിയ ഓട്ടയാറ് മാങ്ങണ്ടിയായിരുന്നു. നല്ല ഗൗരവമുള്ള ആള് തന്നെയാ. ഒരു ആണിന്റെ ചൂരത. അന്നത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ. അതല്ല, ഇതൊരു പ്രത്യേകതയാ. അതല്ലേ? നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. ഇവിടെയുള്ളവർക്കും നല്ല കാര്യ, എന്നെയും വലിയ കാര്യ. എന്റെ പേര് പറഞ്ഞാ മതി, ഈ രാജ്യത്ത് നിനക്ക് നാഴി വെള്ളം മുടങ്ങാണ്ട് കിട്ടുന്നു. അത്ര അധികം കുട്ടികളെ പുള്ളി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഭയങ്കര കാര്യ. വയസ്സായിട്ടും ആൾക്കാരൊക്കെ ഒരു കുരുവന്ദന എന്ന് പറഞ്ഞാ ഒരു വേള കാശെങ്കിലും ആൾക്ക് കൊടുക്കാണ്ട്
പോവില്ല. ആൾക്കാർ പോവില്ല. ഇവരാദ്യം എത്ര വയസ്സിലാണ് ആള് മരിച്ചത്? 93 വയസ്സിൽ. 93 വയസ്സിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ഇട്ടണ ഈ വീഡിയോ ഈ ആള് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് വലിയവരാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഓക്കെ, ഗുഡ് ബൈ.